Hello guys, welcome back to my channel. ഇന്ന് നമ്മളൊരു ക്യാമറ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ ഒരു പുതിയ ചാനലാണിത്. പുതിയ ചാനലും ഒരു ചെറിയ ചാനൽ. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ക്യാമറ വാങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നതൊക്കെ. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് കടലുണ്ടി പുഴയുടെ തീരത്താണ്. കടലുണ്ടി പുഴയുടെ തീരത്ത് വെച്ചിട്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. കടലുണ്ടി പുഴയുടെ തീരത്ത് വെച്ചിട്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ വാങ്ങിയ ചെറിയ ക്യാമറ. ഹീറോ 11 ബ്ലാക്ക്. നല്ല അടിപൊളി ഷെയ്ഡിങ്ങിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം. 27 MP ക്യാമറയാണ്. 5.3K വീഡിയോ എടുക്കാൻ പറ്റും. 4K വീഡിയോ. വാട്ടർ പ്രൂഫാണ്. വോയിസ് കൺട്രോൾ ഉണ്ട്. ഡാറ്റ ഓവർലേസ് ഉണ്ട്. ടൈം വാപ്പുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സും ചെറിയ മാറ്റങ്ങളും വരുത്തിയിട്ടാണ് GoPro 10 നിന്നും GoPro 11 ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് 2 ഇയർ വാറൻറ്റിയാണ് വരുന്നത്. 1 ഇയർ ഇൻ്റർനാഷണൽ വാറൻറ്റിയും 1 ഇയർ ഇന്ത്യൻ എക്സ്റ്റൻഡഡ് വാറൻറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൺലൈൻ പ്രൈസ് വരുന്നത് 51,500 വരുന്നത്. 51,500 വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അത് ക്യാമറ ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, നെറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു മൗണ്ട് ഉണ്ട്, ചാർജർ. അങ്ങനെയാണ്. ഇനി നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. അത്രയും സാധനങ്ങളാണ് വരുന്നത്. ഒരു മൗണ്ട്, ഹെൽമെറ്റ് മൗണ്ടിൻ്റെ ആണത്. അങ്ങനെ 2 മൗണ്ട് ഉണ്ട്. ഒരു ഹെൽമെറ്റ് മൗണ്ടിൻ്റെ നെറ്റ്. ഇതാണ് പുതിയ ബാറ്ററി. എൻഡ്യൂറ ബാറ്ററിയാണ്. ഓക്കെ. ഇതാണ് ക്യാമറ. യുവർ ക്യാമറ മസ്റ്റ് ബി അപ്ഡേറ്റ് ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇതാണ് ക്യാമറ. 5.3K വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ 27 മെഗാപിക്സലാണ് ക്യാമറ. ഇതിൻ്റെ ബാറ്ററി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ
ഇത് ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്തിട്ട് മെമ്മറി ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് മെമ്മറി കാർഡ് വരുന്നത്. ബാറ്ററി ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം നമുക്ക്. ഇത് മുമ്പ് ഇത് അപ്ഡേറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു ക്യാമറയാണിത്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ യൂട്യൂബേഴ്സിനും വ്ളോഗ് ചെയ്യുന്ന ആൾക്ക്, റീൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യാമറ തന്നെയാണിത്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.